റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞാൽ ദ പ്രിൻസിപ്പിൾ ഓഫ് റെസിപ്രോസിറ്റി ഇസ് ബേസ്ഡ് ഓൺ എ സോഷ്യൽ നോം ദാറ്റ് ഇഫ് someone does something for you, you naturally will want to reciprocate. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ അമ്മമാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാലും ഞാൻ ആ വെട്ടിക്കുഴിച്ചാലി കുട്ടിച്ചാത്തനെ വിളിച്ചതായിരുന്നു കല്യാണത്തിന്, എന്റെ മകളുടെ കല്യാണത്തിന്. അവന്റെ കല്യാണം വിളിച്ചപ്പോ അവിടെ ബിരിയാണി, ബീഫ് ബിരിയാണിയാണ് കൊടുത്തത്. അതുകൂടാതെ ഫ്രൈഡ് റൈസും ഉണ്ടായിരുന്നു. അതുകൂടാതെ എന്നിട്ട് നമ്മൾ ഒരാളെ വിളിച്ചത് അവന്. എന്തൊരു കാലമാടനാണ്. ഇതാണ് റെസിപ്രോസിറ്റി. ക്ലിയർ ആണോ? ഇതൊരു സോഷ്യൽ നോമാണ്. നമ്മളെ സംബന്ധിച്ചോളം ബയോളജിക്കലി നമ്മൾ ഇവോൾവ് ചെയ്ത സമയത്ത് ഞാനൊരു ഗുഹയിൽ താമസിക്കുന്നു, നിങ്ങൾ വേറൊരു ഗുഹയിൽ താമസിക്കുന്നു, കത്തൻകുട്ടി വേറൊരു ഗുഹയിൽ താമസിക്കുന്നു. നമ്മൾ ഈ 3 ഗുഹയിൽ താമസിക്കുന്ന ആൾക്കാര് എന്റെ ഗുഹയിൽ നിന്നും, എന്റെ വില്ലേജിൽ നിന്നും, എന്റെ ട്രൈബിൽ നിന്നും ഞാൻ വരികയും നിങ്ങൾക്ക് ഒരു കാര്യം ഷെയർ ചെയ്യുകയും ചെയ്തിട്ട് നിങ്ങളുടെ ഗുഹയിൽ നിന്നും നിങ്ങളുടെ ട്രൈബിൽ നിന്നുള്ള ആൾക്കാരെ എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ സൊസൈറ്റി സ്റ്റക്കായി മാറുമായിരുന്നു. ഈ സ്റ്റക്കായി മാറുന്ന സൊസൈറ്റി ഒഴിവാക്കാനായിട്ട് നമ്മൾ കണ്ടുപിടിച്ച ഒരു സോഷ്യൽ നോമാണ് റെസിപ്രോസിറ്റി. ഇതാണ് നിങ്ങൾക്ക് ലൈഫിൽ, ബിസിനസ്സിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. റെസിപ്രോസിറ്റി പല ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള വഴികളിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 2 പേര് വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ, പണ്ട് ഉണ്ടായിരുന്ന ഒരു പരിപാടിയാണ് വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ. വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫറുടെ അടുത്ത് നിൽക്കുവാണ്. ഒരാള് ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് നിൽക്കുവാണ്. ഈ പറഞ്ഞ പോലെ എനിക്ക് പൈസ വരുന്നില്ല. ചെറിയ പൈസ എന്താണ്, ലെറ്റ്സ് സേ ഇന്ത്യൻ കറൻസിയിലാണെങ്കിൽ 1000 രൂപയാണ് ഒരാൾക്ക് കിട്ടേണ്ടത്. അപ്പൊ 1000 രൂപ കിട്ടാനായിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. അപ്പൊ ആ വിഷമിച്ച് നിൽക്കുന്ന സ്ത്രീയോട് ഒരു പുരുഷൻ വന്നിട്ട് പറയുവാണ്, 1000 രൂപയാണോ? ഓ, ഒരു പ്രശ്നമില്ല, ഞാൻ 1000 രൂപ തന്നേക്കാം. അപ്പൊ ആ സ്ത്രീ പറയും, അയ്യോ നിങ്ങൾക്ക് എന്നെ പരിചയമില്ലല്ലോ. അതൊന്നും പ്രശ്നമില്ല, 1000 രൂപ നിങ്ങൾ പിടിച്ചു, 1000 രൂപ എന്ന് പറഞ്ഞു. പുള്ളിക്കാരി ആ 1000 രൂപ പോയി, പെട്ടെന്ന് അത് എവിടെയോ അത്യാവശ്യം 1000 രൂപ വേണമായിരുന്നു. എന്നിട്ട് അവിടെ പുള്ളിക്കാരി 1000 രൂപ കൊണ്ടുപോയി കൊടുക്കേണ്ടടുത്ത് കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് പുള്ളിക്കാരി തിരിച്ചു പോയി. ഈ ആൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. എന്റെ പൈസയും വന്നിട്ടില്ല ചേച്ചി, എന്റെ പൈസയും വന്നിട്ടില്ല. എന്താ നിങ്ങൾ വിഷമിക്കുന്നത്? എന്റെ പൈസയും വന്നിട്ടില്ല. അയ്യോ, നിങ്ങൾക്ക് എത്ര രൂപ വരാനുണ്ടായിരുന്നത്? എനിക്കൊരു 15000 രൂപ വരാനുണ്ടായിരുന്നു. അപ്പത്തേന് കൃത്യം ഈ സ്ത്രീയുടെ പൈസ വന്നു വെസ്റ്റേൺ യൂണിയനിലൂടെ. 20000 രൂപ ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്ത്രീ പറയൂ, നിങ്ങൾ എനിക്ക് തന്നതല്ലേ, നിങ്ങൾ എനിക്ക് 1000 രൂപ തന്നതല്ലേ, ഞാനൊരു മനുഷ്യ സ്ത്രീയല്ലേ, നിങ്ങൾ എന്റെ വേദന കണ്ടപ്പോൾ നിങ്ങൾ എന്നെ സഹായിച്ചതല്ലേ, ഞാൻ നിങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞ് ഈ സ്ത്രീ 15000 രൂപ എടുത്ത് ഈ ആളുടെ കയ്യിൽ കൊടുക്കുവാണ്. ആ 15000 രൂപ ആയിട്ട് കടന്നു കളയുവാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? റെസിപ്രോസിറ്റി പ്രൊപ്പോർഷണൽ അല്ല. റെസിപ്രോസിറ്റി ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താ സിറ്റുവേഷൻ വെച്ചാൽ, ഒരാൾക്ക് ഒരു സാധനം അങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് മറ്റേ ആള് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പൊ നിങ്ങൾ ഒരു കാര്യം കൊടുത്തു, അതിന്റെ 4 ഇരട്ടിയോ 3 ഇരട്ടിയോ ഉള്ള ഫേവർ തിരിച്ചു ചോദിക്കാൻ പറ്റും. റെസിപ്രോസിറ്റി പ്രൊപ്പോർഷണൽ അല്ല. നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ലൈഫിൽ എവിടെയാണ് റെസിപ്രോസിറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയാം. റോൾസ് റോയ്സ് എന്ന് പറഞ്ഞ വണ്ടി. റോൾസ് റോയ്സിന് കുള്ളിനൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു SUV ഉണ്ട്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള, എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരെ സംബന്ധിച്ചോളം, മോസ്റ്റ് ആൾക്കാരെ സംബന്ധിച്ചോളം വലിയ എക്സ്പെൻസീവ് ആയിട്ട് കാർ 10 കോടി രൂപയുടെ മുകളിൽ അതിന് കോസ്റ്റ് വരും. ഇപ്പൊ അമേരിക്കയിലാണെങ്കിൽ ഒരു 3 കോടി രൂപ മുകളിൽ കോസ്റ്റ് വരുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ നാട്ടിലാണെങ്കിൽ കുറെ കൂടെ കൂടുതലാണല്ലോ. അപ്പൊ ആ വണ്ടി ഉള്ള ഈ റോൾസ് റോയ്സ് എന്ന് പറയുന്ന കമ്പനി 1 കോടി രൂപ, 90 ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി ഇറക്കുവാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ചീപ്പായിട്ട് ഫീൽ ചെയ്യുവാണ്. എന്താണ്? ആ ഒരു മാസീവായിട്ടൊരു ഡിസ്കൗണ്ട് നമുക്ക് തന്നു, അതുകൊണ്ട് നമുക്കത് മേടിച്ചെടുക്കണം എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുകയാണ്. ക്ലിയർ ആണോ? റെസിപ്രോസിറ്റിയാണ്. അവർ ഇത്രയും ഡിസ്കൗണ്ട് തന്നില്ലേ, അതുകൊണ്ട് നമുക്ക് അതെങ്ങനെയും മേടിച്ചെടുക്കണം. അതേസമയം മാരുതി സുസുക്കിയോ അങ്ങനെ ഒരു 90 ലക്ഷത്തിന് ഒരു വണ്ടി ഉണ്ടാക്കുവാണെങ്കിൽ എന്താണ് നമുക്ക് തോന്നുന്നത്? അയ്യോ, അതെന്തൊരു വണ്ടിയാണ്, അതെന്തൊരു വിലയാണ് അതിന്, ഒരു വണ്ടിക്ക് എന്താണ് വില എന്നാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത്. റെസിപ്രോസിറ്റി വർക്ക് ചെയ്യുന്നുണ്ടോ? 2 രീതിയിൽ. നെഗോഷിയേഷൻ എടുത്ത് നോക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ബിസിനസ്സിലോ ലൈഫിലോ ജോലിയിലോ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുവാണെങ്കിൽ, ആ നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറയുവാണ്, റീസണബിളി വളരെ ഹൈ ആയിട്ടുള്ള ഒരു ഓഫർ പറയുവാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു സ്ഥലം വാങ്ങുവാണ്, സ്ഥലം വയ്ക്കുവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മേജർ ആയിട്ടുള്ള ഡീല് നടത്തുവാണ്, വണ്ടിയോ വീടോ എന്തെങ്കിലും ആയിക്കോട്ടെ. ആ സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ 40 ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾ വാങ്ങാൻ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ പറയുവാണ്, ഈ പറഞ്ഞ പോലെ 25 ലക്ഷം രൂപയ്ക്ക് ഞാൻ മേടിക്കാം എന്ന് പറയുമ്പോൾ
ആ 25 ലക്ഷം രൂപ എന്ന് പറഞ്ഞ സാധനം റീസണബിൾ നമ്പറിനുള്ളിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാം 10 ലക്ഷത്തിന് ഞാൻ മേടിക്കാന്ന് പറഞ്ഞാൽ അത് റീസണബിൾ നമ്പറിനുള്ളിലായിരിക്കില്ല. റീസണബിൾ ആയിട്ടൊരു ഓഫർ കൊടുത്ത ശേഷം അതിന്റെ മുകളിൽ നിങ്ങൾ ടോപ്പ് അപ്പ് ചെയ്തിട്ട് നിങ്ങൾ പറയുവാണ് ഓക്കെ ഒരു പണിയാ ഞാൻ 30 ലക്ഷത്തിന് മേടിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 40 ലക്ഷത്തിന് മേടിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 40 ലക്ഷത്തിന് ആൾക്കാരെ എഗ്രി ചെയ്യാനുള്ള പ്രോബബിലിറ്റി സിഗ്നിഫിക്കന്റ്ലി ഹയർ ആണ്. അപ്പം എന്താണ് സംഭവിച്ചത്? നിങ്ങളെ സംബന്ധിച്ചോളം ഞാൻ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ ഒരു സെക്കൻഡിൽ പറയാം. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളൊരു വലിയൊരു ഡിഫറൻസ് ഉള്ള ഒരു ഓഫർ പറഞ്ഞ ശേഷം നിങ്ങൾ ആ ഓഫർ നിങ്ങളുടെ അടുത്തോട്ട് അടുപ്പിക്കുന്നതനുസരിച്ച്, നിങ്ങൾക്ക് വേണ്ട നമ്പറിലേക്ക് അടുപ്പിക്കുന്നതനുസരിച്ച് ആൾക്കാരെ എഗ്രി ചെയ്യാൻ ചാൻസ് ഉണ്ട്. റോബർട്ട് സിയാലിയുടെ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. റോബർട്ട് സിയാലിന്റെ അടുത്ത് ഒരു കൊച്ചുകുട്ടി ഈ പറഞ്ഞ പോലെ ഇവിടെ ഗേൾ സ്കൗട്ട് കുക്കീസ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയാണ്. എന്ന് പറഞ്ഞാൽ ബേസിക്കലി അമേരിക്കൻ ഗവൺമെന്റിലുള്ള പട്ടാളക്കാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഗേൾസ് ആയിട്ടുള്ള കുട്ടികളായിട്ടുള്ള സ്കൗട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പിലുള്ള ആൾക്കാർ എന്ത് വെച്ചാൽ അവർ കുക്കീസ് ഉണ്ടാക്കിയിട്ട് ആ കുക്കീസ് സെല് ചെയ്യും. അപ്പൊ ആ കുക്കീസ് സെല് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഒരു കുട്ടി ഈ പറഞ്ഞ റോബർട്ടിന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, അതെ 5 രൂപയുടെ ഗേൾ സ്കൗട്ടിന്റെ ഒരു മെമ്പർഷിപ്പ് എടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു അയ്യോ 5 രൂപ ആസ് ഇൻ $5 മെമ്പർഷിപ്പ് എടുക്കാം. അപ്പൊ റോബർട്ട് പറഞ്ഞു അയ്യോ അത് പറ്റുമല്ലോ, $5 എനിക്ക് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ഈ കുട്ടി പറയുവാണ്, ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളുക റെസിപ്രോസിറ്റി എങ്ങനെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അയ്യോ അങ്ങനെയാണെങ്കിൽ എനിക്ക് $2 2 കുക്കീസ് എടുക്കാവോ എന്ന് ചോദിക്കുവാണ്. അപ്പൊ ആൾക്ക് നോ പറയാൻ പറ്റാതെ വരുവാണ്. കാരണം എന്താണ്? $5 നോ പറഞ്ഞത് കൊണ്ട് ഒന്ന് കുട്ടിയോട് $5 നോ പറഞ്ഞു. അപ്പൊ ഇനി $2 ഒരു നോ പറയാൻ ഡിഫിക്കൽട്ടിയാണ്. അതുകൊണ്ട് ആള് തന്നെ സ്വന്തം തീരുമാനം എടുത്ത് $2 കുക്കി മേടിച്ച് വീട്ടിൽ പോവാണ്. ഇതാണ് റെസിപ്രോസിറ്റിയുടെ സെക്കൻഡറി ആപ്ലിക്കേഷൻസ്. ഇത് സിഗ്നിഫിക്കന്റ് ആയിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു സാധനമാണ്. നിങ്ങളുടെ ക്ലയന്റിന് നിങ്ങളുടെ കൊടുക്കുന്ന വാല്യൂവിന്റെ ഒരു ടേസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ കൊടുക്കുന്ന വാല്യൂവിന്റെ വാല്യൂ ടേസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ബിസിനസ്സിലൂടെ കൊടുക്കുന്ന വാല്യൂ അതിന്റെ ഒരു ടേസ്റ്റ് കസ്റ്റമർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ കസ്റ്റമർ എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് മേടിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ അവർ ബയസ് ചെയ്യും, നിങ്ങളുടെ പ്രൊഡക്റ്റ് അവർ മേടിക്കാനുള്ള ഇൻട്രസ്റ്റ് കാണിക്കും. റെസിപ്രോസിറ്റി വെച്ചിട്ടാണ് ലോകത്തിലുള്ള ഒരുപാട് ഓൺലൈൻ ബിസിനസ്സുകൾ വർക്കാകുന്നത്. ഓൺലൈൻ ബിസിനസ്സുകളുടെ ഫണ്ടമെന്റൽ റൂട്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം ഫ്രീ ആയിട്ട് കിട്ടുവാണ്. ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന എക്സ്പീരിയൻസിൽ നിങ്ങൾ അവരുമായിട്ട് ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാകുവാണ്. നിങ്ങൾക്ക് ഒരു കാര്യം അവർ എസ്പെഷ്യലി സോളിഡ് ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ട് സാധനം നിങ്ങൾക്ക് തരുവാണെങ്കിൽ അവരുമായിട്ട് നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഉണ്ടാവുകയാണ്. അവർ അത്രയും വാല്യുബിൾ ആയിട്ട് സാധനം തന്നു, അപ്പൊ നമുക്ക് റെസിപ്രോക്കേറ്റ് ചെയ്യണം.